ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്ന ഈ സാഹചര്യം ഒഴിവാക്കണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനാണ് ഞങ്ങളുടെ ശ്രമിക്കുന്നത്. നമുക്കിപ്പോൾ ജില്ലയിൽ ആരോഗ്യമന്ത്രിയുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഗുണവും ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ജനറൽ ഹോസ്പിറ്റലിനോ കോന്നിയിലെ മെഡിക്കൽ കോളേജിനോ താലൂക്ക് ആശുപത്രികൾക്കോ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകൾക്കോ ഒന്നും ലഭിക്കുന്നില്ല. വല്ലാത്ത പ്രശ്നം. മുൻപൊരു കാലത്ത് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാകാത്ത നിരവധി പ്രശ്നങ്ങളാണ് ആരോഗ്യ മേഖല നേരിടുന്നത്. ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് കഴിഞ്ഞില്ല. അവർ സമ്പൂർണ്ണമായി ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. നിസ്സാര കാര്യങ്ങൾ പോലും അവരുടെ അസംബ്ലി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രിയിലെ ഒരു നിസ്സാര കാര്യം പരിഹരിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. സർക്കാർ ഉത്തരവുകൾ യഥാസമയം പുറപ്പെടുവിച്ചാൽ തീരാവുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. മെഡിക്കൽ കോളേജും GH ഒക്കെ ആരോഗ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണ്. എന്നിട്ടും ഇവിടുത്തെ ചെറിയ കാര്യങ്ങൾ പോലും പരിഹരിക്കുന്നതിന് ഒരു ജിയോ ഇറക്കാൻ മന്ത്രിക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. അവരുടെ കയ്യിൽ നിന്ന് ആരോഗ്യവകുപ്പിന്റെ നിയന്ത്രണം പോയി. അവർക്ക് ആരോഗ്യവകുപ്പിൽ ഒരു കാര്യമില്ല. ആരോഗ്യവകുപ്പിൽ എന്തെങ്കിലും പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരോഗ്യവകുപ്പിൽ സാധാരണ മന്ത്രിമാർക്കുണ്ടായിരുന്ന മേൽക്കൈയും നിയന്ത്രണവും പൂർണ്ണമായും ശ്രീമതി വീണ ജോർജിന് നഷ്ടപ്പെടുകയും അവർ ഒരു നോക്കുകുത്തിയായി ആരോഗ്യവകുപ്പിൽ ഇരിക്കുകയും ചെയ്തു. സത്യത്തിൽ ഒരു ആരോഗ്യമന്ത്രിയുടെ ആനുകൂല്യം നമ്മുടെ ജില്ലയിൽ ലഭിക്കേണ്ടതാണ്. അടൂർ പ്രകാശ് നേരത്തെ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജ് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് പൂർണ്ണ സജ്ജമാക്കാൻ അദ്ദേഹം കഠിനമായി പരിശ്രമിച്ചു. അതുകൊണ്ട് എല്ലാ ശ്രമങ്ങളും നടത്തി അത് പൂർണ്ണമായി അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പിന്നീട് വന്ന സർക്കാരിലെ മന്ത്രിക്ക് ഒരു മന്ത്രി, 2 മന്ത്രിമാരുള്ളത് ശൈലജ ടീച്ചറും വീണ ജോർജ്. ശൈലജ ടീച്ചർ ജില്ലക്കാരിയല്ലെന്ന് പറയാം. അടൂർ പ്രകാശ് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിനെ, അല്ലെങ്കിൽ UDF കാലത്ത് ഉമ്മൻചാണ്ടി സാറിനെ എടുത്ത് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിനെ തളർത്തിയിടുക, ഇത് കുറെ കഴിയുമ്പോൾ അവരുടെ നേട്ടമായി ഇതിനെ പ്രചരിപ്പിക്കുക, അതായിരിക്കുമെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. പക്ഷേ ആദ്യ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും അവരൊന്നും ചെയ്തില്ല. 2ാം പിണറായി സർക്കാരിൽ നമ്മുടെ ജില്ലയ്ക്ക് ഒരു മന്ത്രി ഉണ്ടായിട്ട് അതിൻ്റെ ഗുണം പ്രയോജനപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞില്ല. പത്തനംതിട്ടയിലെത്തുന്ന സർക്കാർ ജനറൽ ആശുപത്രി എത്തുന്ന മുഴുവൻ സ്ത്രീകളോടും സഹോദരിമാരോടും സ്വകാര്യ ആശുപത്രി പോകാൻ പറ്റില്ല. ലക്ഷങ്ങൾ ചെലവാകും സ്വകാര്യ ആശുപത്രിയിൽ ഒരു പ്രസവം കഴിയുമ്പോൾ. ഒരു സ്ത്രീയായ ആരോഗ്യമന്ത്രിക്ക് എന്തുകൊണ്ട് ഈ വേദന മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഇപ്പൊ പത്തനംതിട്ട ആശുപത്രി ഒരു റഫറൽ ആശുപത്രിയാണ്. ഇവിടെ വരുന്നവരെ മുഴുവൻ റഫർ ചെയ്ത് മറ്റാശുപത്രിയിലേക്ക് വിടുകയാണ്. ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പൊ കോന്നിയിലേക്ക് പോയാൽ ഇവിടെയാണ് OP എടുക്കേണ്ടത്, അവിടെയാണ്. ഇവിടെ OP എടുക്കുന്നവർക്ക് അവിടെയും പോയി OP എടുക്കണം. ഇവിടെ OP എടുക്കുന്നതിന് കാണുന്ന ഡോക്ടർ വേണം, അവരെ വാർഡിൽ പരിശോധിക്കണം. ഇതിനൊന്നും കൃത്യമായ ഉത്തരവ് അറിയാൻ മതി. പക്ഷെ ഉത്തരവ് പോലും നടക്കാൻ കഴിയുന്നില്ല. ഗൈനക്കോളജിന് കോന്നി മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജി മാറ്റിയാൽ റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യുന്ന 7 ഗൈനക്കോളജി ഡോക്ടർമാർ വേണം. ഇപ്പൊ ഇവിടെ 3 പേര്, അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ ഫുൾ ടൈം പ്രവർത്തിക്കുന്ന ആൾക്കാർ. അതുപോലെ നിൽക്കുന്നതിന് ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കാൻ പോലും ആരോഗ്യമന്ത്രിക്ക് കഴിയുന്നില്ല. അവരുടെ ജില്ലയിലെ ആശുപത്രിയുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. സർജറി പോസ്റ്റ് ചെയ്താൽ സർജറി ചെയ്ത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ആ ഡോക്ടർമാർ അവിടെ നിന്ന് പോകും. കോന്നി മെഡിക്കൽ പോവുകയാണ്, സർജറി അവിടെ ചെയ്യും. ഉച്ച കഴിഞ്ഞ് ആ ഡോക്ടർ പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ ആ സർജറി ചെയ്യുന്ന ആ രോഗികളെ കോന്നിയിലെ ഡോക്ടർമാർക്ക് നോക്കാൻ പറ്റത്തില്ല. പത്തനംതിട്ട ഡോക്ടർമാർ തന്നെ നോക്കണം. അവർക്ക് ഉച്ചവരെ ജോലി ചെയ്താൽ മതി. അപ്പൊ അതിനുള്ള സംവിധാനം ഇതൊന്നും അവിടെ ആരെങ്കിലും ചെയ്യുന്നില്ല. ഇൻഷുറൻസ്, ഇവിടെ വന്ന് OP എടുക്കുന്ന രോഗികളുടെ ഇൻഷുറൻസ് എവിടെയാണ് നടക്കുന്നത്? അത് എവിടെയാണ് കൈകാര്യം? ഇതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയുമില്ല. അപ്പോൾ രാത്രി ഒരു സർജറി കഴിഞ്ഞ് ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു പോയാൽ രാത്രി എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ ആ പേഷ്യന്റിനെ നോക്കേണ്ടത് കോന്നിയിലെ ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഉത്തരവില്ല, അവർക്ക് അതിനുള്ള അധികാരമില്ല, അവർ നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ സർജറി കഴിഞ്ഞ് ഒരു രോഗിയോടെ കിടന്നാൽ അവരുടെ ഗതി അധോഗതിയായിട്ട് മാറും. ഇങ്ങനെ സാങ്കേതികമായി തീർക്കേണ്ട നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒരു മന്ത്രി ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് തീർക്കേണ്ട പ്രശ്നങ്ങളാണ് എത്ര മാസങ്ങളായി ഇവിടെ ഇഴഞ്ഞഴിഞ്ഞ് നീങ്ങുന്നത്. അതുകൊണ്ട് അദ്ദേഹം ശരിക്കും
അദ്ദേഹത്തിന് സൗകര്യം അദ്ദേഹം സ്വീകരിക്കുന്നു. ഇത്രയുള്ള പ്രശ്നം. കുര്യൻ സാറ് വളരെ സതുദ്ദേശപരമായിട്ടാണ് അത് അന്ന് വാർത്തയായില്ല, പിറ്റേ ദിവസം വാർത്തയായില്ല, മൂന്നാമത്തെ ദിവസമാണ് കണ്ടന്റ് ന്യൂസ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടത്. അപ്പോഴാണ് അത് വാർത്തയായിരുന്നത്. അല്ലാതെ 1, 2, 3 ദിവസങ്ങളിൽ കുര്യൻ സാറിന്റെ പരാമർശം വാർത്തയായിരുന്നു. നിങ്ങൾ എല്ലാവരും അവിടെ പ്രസംഗമായിരുന്നു, നിങ്ങൾ എല്ലാവരും ക്യാമറയായിട്ട് അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും തോന്നാത്ത ഒരു പ്രശ്നമാണ് പിന്നീട് ഒരു വാർത്തയായിരുന്നു. സത്യത്തിൽ അന്വേഷണം വേണ്ടത് അതിനെ കുറിച്ചാണ്. അതല്ല നിങ്ങളുടെ കണ്ടല്ലോ, നിങ്ങളുടെ ലൈബ്രറി നിങ്ങളുടെ ലൈബ്രറി കാർഡ് യൂത്ത് കോൺഗ്രസ് സംഘം കുറച്ചുകൂടി ശക്തമായാലേ ഞങ്ങളുടെ സംഘടന 2026 തിരിച്ചു വരും എന്നുള്ള ഒരു പൊതുധാരണയുടെ പ്രതിഫലനമാണ് കുര്യൻ സാറിന്റെ പ്രസംഗം. അല്ലാതെ കുര്യൻ സാറ് ഈ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ ആക്ഷേപിക്കാനും സംസ്ഥാന പ്രസിഡന്റിനെ കുറ്റപ്പെടുത്താനും ഒന്നുമല്ല പറഞ്ഞത്. അദ്ദേഹം നല്ലൊരു കാര്യം പറഞ്ഞു, അത് ശരിയാണ്, അത് ഒരു തെറ്റുമില്ല. അപ്പൊ എന്താണ് അത് അവിടെ വെച്ച് തന്നെ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് അതിനെ അക്സെപ്റ്റ് ചെയ്തു, അദ്ദേഹം അത് ഉൾക്കൊണ്ടു. പിന്നെ അതൊരു വിവാദമാകുക, അതൊരു വ്യക്തിയെ ആക്ഷേപിക്കുക, അദ്ദേഹത്തെ കടന്നാകുക, അതൊന്നും ഒരു ഫേസ്ബുക്കിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയുടെ ഫേസ്ബുക്കിൽ